നമസ്കാരം and welcome back to my channel. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു കൊഞ്ച് പിക്കിളാണ് കാണിക്കുന്നത്. അതായത് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്നതാണ് കൊഞ്ച്. പിക്കിളിന് വലിയ പാടൊന്നുമില്ല, പക്ഷെ നല്ല ഗ്രേവി ആയിട്ടുള്ള ഒരു പിക്കിളാണ്. അപ്പം നമുക്ക് ഒന്ന് വീഡിയോ കാണാം എങ്ങനെയാണ് നമ്മുടെ ഈ കുക്കിങ്ങും കാര്യങ്ങളും എന്നൊക്കെ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഒരു 4 പാക്ക് കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ള കൊഞ്ചാണ് കേട്ടോ, വൈറ്റ് ഷ്രിമ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്, ഫ്രോസനുമാണ്. പിന്നെ ഒരു പാക്ക് 400 ഗ്രാമാണ് കേട്ടോ. ഇത് അങ്ങനെ 4 പാക്ക് എടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ കുറേ ചെയ്താലല്ലേ കുറച്ചെങ്കിലും കാണത്തുള്ളത്, അതങ്ങനെയാണല്ലോ. പൊരിച്ചൊക്കെ എടുത്ത് വരുമ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ തോടൊക്കെ എടുക്കണം, അല്ലാതെ അത് ക്ലീൻ ആണ് ഓൾറെഡി. അപ്പം നമുക്കതിനെയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇവിടെ കൊഞ്ചെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഷെല്ലെടുത്താൽ മതിയായിരുന്നു. മുകളിലത്തെ ആ ലൈനില്ലേ ബ്ലാക്ക്, അതൊക്കെ ക്ലീൻ ചെയ്തതായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാനാണല്ലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു 3 ടീസ്പൂൺ എടുത്തു. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഉപ്പ് അത് 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് നമ്മുടെ വിനീഗറും കൂടെ ചേർത്താണ് ഞാൻ കുഴയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ വിനീഗർ കൂടെ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. അങ്ങനെ വിനീഗറും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എപ്പോഴും മീൻ ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വിനീഗർ ചേർത്തൊന്ന് ഫ്രൈ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക, അതിന് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇട്ട് നന്നായിട്ട് അതിൽ മസാല തേച്ച് കൊടുക്കണം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മസാലയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അതിൽ ഉടനെ നമ്മൾ ഫ്രൈ ചെയ്യരുത്. അത് കുറച്ച് നേരം വെച്ചേക്കണം. വേണമെങ്കിൽ നമുക്ക് രാത്രി ചെയ്ത് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ അതിങ്ങനെ വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മസാല എല്ലാം റെഡിയാക്കി തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കുന്ന സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളെല്ലാം റെഡിയാക്കാം. അപ്പോഴത്തേക്ക് ഇതിവിടെ 1 മണിക്കൂർ എങ്കിലും വെച്ചേക്കണേ. ഞാനൊരു 6 ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം ഒരു പാക്കിന് 2 ഫുൾ ഗാർലിക്കായിട്ടാണ് കണക്കിനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 സാമാന്യം വലിയ ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് കുറച്ച് ഗ്രേവി വേണം. ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സവാളയുടെ ചെറുതില്ലേ, അപ്പോൾ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഉള്ളി. കാരണം എനിക്ക് കൊച്ചുള്ളി കിട്ടിയിട്ടില്ലായിരുന്നു, ചെറുള്ളി. അപ്പം നിങ്ങൾക്ക് ചെറിയ ഉള്ളി കിട്ടുകയാണെങ്കിൽ അത് എടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കുറേ കറിവേപ്പില, അതിപ്പം അളവൊന്നുമില്ല, 1 പിടിയോ എത്ര വേണമെങ്കിലും ചേർക്കാം നമുക്ക്. അത് എനിക്ക് ഈ സവാള എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. സവാളയോ കൊച്ചുള്ളിയോ ഏതായാലും കുഴപ്പമില്ല, കൊച്ചുള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളി നമ്മുടെ ഇഞ്ചി ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം ഇഞ്ചിയുടെ കൂടെ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് വരും. ഇത് ഇങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ കൊഞ്ചച്ചാർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നല്ല ഒരു ടേസ്റ്റ് ഇറങ്ങും കേട്ടോ. ഇനി വെളുത്തുള്ളിയാണിത്. വെളുത്തുള്ളിയും നന്നായിട്ട് ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ 4 പാക്കാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. അപ്പോൾ ഇവിടെ കൊഞ്ച് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. അപ്പം ഞാൻ
എയർ ഫ്രൈ ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എയർ ഫ്രയർ ഉള്ളവരാണെങ്കിൽ അതിൽ ചെയ്തെടുക്കും. അപ്പോൾ എണ്ണ നമുക്ക് കുറച്ച് കിട്ടും. അല്ലെങ്കിൽ സാധാരണ ഫ്രൈയിൽ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ എപ്പോഴും എണ്ണ കുറച്ച് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് എയർ ഫ്രയറിൽ ഇട്ടെടുത്തത്. അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമുക്ക് അച്ചാറിടാം. അപ്പോൾ അതിലേക്ക് പോവാം. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാം കേട്ടോ. അത് നമുക്ക് നമ്മുടെ പാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. പിന്നെ അച്ചാറിടാൻ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഇടുന്ന രീതി ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക, ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് വഴറ്റുക. അപ്പോൾ ഉള്ളി ഇടുന്നത് എന്തിനെന്ന് വെച്ചാൽ എനിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഉള്ളി ചേർക്കുന്നത്. അപ്പം ചില ആളുകൾക്ക് തോന്നും ഉള്ളി ഇട്ടാൽ പെട്ടെന്ന് ചീത്താവില്ലേന്ന്. ഞാൻ പക്ഷേ എപ്പോഴും ഫിഷ് പിക്കിൾ ഇടുമ്പോഴും ഒക്കെ ഉള്ളി ചേർക്കാറുണ്ട്. പക്ഷെ അത് ഒരിക്കലും ചീത്താവില്ല. അത് 1 മാസം വരെ ഇരിക്കും, അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റണം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ എണ്ണയിൽ വഴറ്റി അതിൻ്റെ ആ പച്ച ആ ഒരു കുത്തലെല്ലാം പോകണം കേട്ടോ. കുറേ നേരമായിട്ട് വഴറ്റണം. അപ്പം ഞാൻ പക്ഷെ വീഡിയോ ഓടിച്ച് കാണിക്കുകയാണ്. നിങ്ങൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അല്ലെങ്കിൽ അതിങ്ങനെ ഒരു പച്ച ഇങ്ങനെ കടിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ വഴറ്റുന്ന സമയത്ത് തന്നെ ഈ നമ്മളെ കറിവേപ്പിലയും കൂടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് അതാണ് ഞാൻ ചോപ്പ് ചെയ്തിട്ടത്. അപ്പോൾ എല്ലാത്തിൻ്റെ ആ ഒരു ഇതങ്ങ് ആ മസാലയുടെ എല്ലാം ഇറങ്ങും കേട്ടോ. ആ മൊത്തം ഫ്ലേവറും അങ്ങ് ഇറങ്ങും നമ്മുടെ ഈ കൊഞ്ചിൽ. നന്നായിട്ട് വഴറ്റണം. പക്ഷേ ഈ വഴറ്റുന്ന സമയത്ത് കുറച്ച് എണ്ണ ആവശ്യമാണ് കേട്ടോ, കുറച്ച് തോനെ എണ്ണ വേണം. അപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് എണ്ണ കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ ഇതിൽ കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. അത് 1.5 ടീസ്പൂൺ ഉപ്പ്. അത് നമ്മൾ ആവശ്യത്തിന് എത്രയാണ് വേണം അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി, അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് മസാല ആണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഇടുന്നത്. അത് ഞാനിവിടെ ഒരു 4 ടീസ്പൂണാണ് ഇടുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എത്ര എടുക്കുന്നോ അതനുസരിച്ച് മുളക് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ ഈ മസാല ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കണം. എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം, തീ കൂട്ടുകയും ചെയ്യരുത്. കാരണം മസാലയുടെ ആ കുത്തൽ ആ സ്മെല്ലൊക്കെ ഒന്ന് പോകണം. മസാലയെ ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി. ഇത്രയേ ഉള്ളൂ, ഇത്രയും മസാലയാണ് ഞാൻ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി അവസാനം നമ്മൾ അതിലേക്ക് ചേർക്കുന്ന കൊഞ്ചാണ്, ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എയർ ഫ്രൈ ചെയ്തത് കൊണ്ട് ഞാൻ ഒട്ടും എണ്ണയില്ലാതെയാണ് എയർ ഫ്രയറിലിട്ട് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഇച്ചിരി എണ്ണ കൂടിയാലും കുഴപ്പമില്ല ഇതിലോട്ട് എണ്ണ ഇട്ടാൽ. ഇപ്പം നിങ്ങൾക്ക് എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിലിട്ട് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് ആ എണ്ണയൊക്കെ കളഞ്ഞിട്ട് ഇടുക. കാരണം അച്ചാറിന് എപ്പോഴും എണ്ണ കാണും, അതുകൊണ്ടാണ് ഒരുപാട് എണ്ണ അവോയ്ഡ് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മസാല ശരിക്ക് പിടിക്കണം. കൊച്ചിലൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് അടുപ്പ് ടേൺ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് കുറച്ച് നേരം തണുക്കാൻ വെക്കണം. അത് ഉടനെ അങ്ങ് സെർവിങ് ഡിഷിലോട്ട് മാറ്റരുത്. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ വിനീഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ വിനീഗർ ചേർക്കുമല്ലോ പിക്കിളിനൊക്കെ, എങ്കിലേ കുറച്ച് ഇരിക്കത്തുള്ളൂ, അതുകൊണ്ടാണ് ചേർക്കുന്നത്. പിന്നെ അതെല്ലാം കുറച്ചൊക്കെയാണ് ഇടുന്നെങ്കിൽ നമുക്കിപ്പോൾ വിനീഗർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വിനീഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണം. ഇപ്പോൾ എൻ്റെ പിക്കിൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ, നല്ല ഗ്രേവി ആയിട്ടിരിക്കുകയാണ്. എന്നിട്ട് അത് തണുക്കുമ്പോൾ നമ്മൾ ഒരു ബോട്ടിലോട്ട് നമുക്ക് സെർവിങ് അത് കഴിയുന്നതും ഗ്ലാസ് ബോട്ടിലാണ് നല്ലത് കേട്ടോ, അതിലോട്ട് മാറ്റുക. എപ്പോഴും തണുത്തിട്ടേ അത് അടയ്ക്കാവുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളമില്ലാതെ ഇരിക്കുന്ന ബോട്ടിലൊക്കെ ഒട്ടും ഈർപ്പം ഉണ്ടാവരുത്. നന്നായിട്ട് തുടച്ച് ഉണക്കി വേണം എടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന സമയത്തും നമ്മുടെ സ്പൂണൊക്കെ വെള്ളമില്ലാതിരിക്കാൻ ശ്രമിക്കണം. എൻ്റെ
പിക്കിൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇങ്ങനെ ഗ്രേവി ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കൊടുക്കാൻ മറക്കില്ലേ. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ ഇനി നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.